വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. എന്തായാലും വീട്ടിൽ പഴത്തൊലിയും ഉരുളൻകിഴങ്ങിൻ്റെ ആയാലും ഉള്ളിയുടെ ആയാലും തൊലിയൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ കാണും. അതെല്ലാം എടുത്ത് വെച്ച് ഇതുപോലെ നല്ല കണ്ടെയ്നറിനകത്ത് ഭദ്രമായിട്ട് അടച്ച് വെച്ച് 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് 4 ദിവസം കഴിയുമ്പോഴൊക്കെ എടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ശരിക്കും ഫ്ലവർ ഉണ്ടാകും. അതുപോലെ തന്നെ പൂ പോയി കഴിയുമ്പം ഉണക്കായതുകൊണ്ട് നല്ലതുപോലെ കട്ട് ചെയ്ത് കളയരുത്. ഒരു 4-5 ഇല താഴെ വെച്ച് മാത്രം കട്ട് ചെയ്ത് വിടുക. ഉണക്കായതുകൊണ്ട് ചിലപ്പം പിന്നെ പുതിയ തളിർപ്പ് വന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ മണ്ണുമൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത വേസ്റ്റ് കൊണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണ് മൂടി കൊടുക്കാം. അത് പോട്ടി മിക്സുമായിട്ട് അങ്ങ് ചേർന്ന് യോജിച്ചോളും. അതവിടെ കിടന്ന് നമുക്ക് അടുത്ത ചട്ടിയിലൊക്കെ മണ്ണ് നിറയ്ക്കാറാകുമ്പോഴത്തേക്ക് അതുമായിട്ടങ്ങ്